ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ്. ഞാൻ അൽ ഹസൻ. നമ്മുടെ 2025 ITI എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണ്. അതായത് എന്താണ്, ഒരു താൽക്കാലികമായിട്ട് ഈ രീതിയിലാണ് ഇപ്പോൾ എക്സാമിൻ്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മെയിൻ ക്രാഫ്റ്റ്മാൻ ട്രെയിനിങ് സ്കീം, അതായത് ITIയുടെ NCVT പ്രകാരമുള്ള നമ്മുടെ സിറ്റീസ് എന്ന് പറയുമ്പോൾ ക്രാഫ്റ്റ്മാൻ ട്രെയിനിങ് സ്കീം ITIകളാണ്. അപ്പം ഗവൺമെൻറ് ITIകളും വരുന്നുണ്ട്, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ഗവൺമെന്റ് ITകളുടെയും പ്രൈവറ്റ് ITകളും എല്ലാം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിന്റെ 2023-25 സെക്കൻഡ് ഇയർ 2 വർഷത്തെ കോഴ്സിന്റെ സെക്കൻഡ് ഇയറുകാരുടെ, അതുപോലെ തന്നെ 2024-26 ബാച്ചിലെ ഫസ്റ്റ് ഇയർ 2 ഇയർ കോഴ്സിന്റെ ഫസ്റ്റ് ഇയറുകാരുടെയും, അതുപോലെ തന്നെ 2024-25 1 ഇയർ കോഴ്സ് ആൻഡ് 6 മന്ത് കോഴ്സസ് ബാച്ച് 1, 2 ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലർ ട്രെയിനീസിന്റെയും പ്രൈവറ്റ് ട്രെയിനീസിന്റെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്തവരുടെ എക്സാമിന്റെ ടൈം ടേബിൾ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഒന്നാമതായിട്ട് നിങ്ങളുടെ ഇന്റേണൽ മാർക്കുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഫോർമേറ്റീവ് അസസ്മെന്റ് മാർക്ക് അപ്ലോഡ്, അതായത് 250ഓളം മാർക്കാണ് ടോട്ടൽ ഉള്ളത്. ജയിക്കാൻ തന്നെ 120 വേണം. അപ്പോൾ അത് ആ ITകളാണ് എന്ത് ചെയ്യുന്നത്, ആ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ ഇൻസ്ട്രക്ടർമാരാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അത് 5 ജൂലൈ വരെ അപ്ലോഡ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. 23 ജൂൺ മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോസസ്സുകൾ, ലാബ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ചെയ്തേക്കുക. ഓക്കെ, അതിലൊരു ഡിലേ വരുത്താതിരിക്കുക. പിന്നെ അടുത്തത് അറ്റൻഡൻസ് അപ്ലോഡ് ചെയ്യുന്നത് വളരെ എന്ന് വരെ പോകണമെന്നൊക്കെ പലർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ 5 ജൂലൈ വരെയാണ് ഇത് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ 5 ജൂലൈ വരെ, 23 ജൂൺ മുതൽ 5 ജൂലൈ വരെ ഇവർക്ക് എന്ത് ചെയ്യാം, അറ്റൻഡൻസിന്റെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ 5 ജൂലൈ വരെ നിങ്ങൾ എന്ത് ചെയ്യുക, പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത പ്രാക്ടിക്കൽ എക്സാമിന്റെ ഫീ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നത് 23 ജൂൺ മുതൽ 14 ജൂലൈ വരെയാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ ഈ പ്രൈവറ്റിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇതിനൊക്കെ ഫീസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പരമാവധി കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ CBT ഫീസിന്റെ സബ്മിഷൻ വരുന്നത് 23 ജൂൺ മുതൽ 6 ജൂലൈ വരെയാണ്. അപ്പോൾ പ്രൈവറ്റ് ITയിൽ പഠിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഡേറ്റിൽ നമ്മൾ ഫീ ഒക്കെ കറക്റ്റായിട്ട് അടച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും, നമ്മൾ ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് മറ്റു രീതിയിൽ നമുക്ക് വീണ്ടും ഡിലേകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഫീസൊക്കെ കറക്റ്റായിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്തത്, അപ്പോൾ ഇത് എക്സാം ഫീ കോമൺ ആയിട്ട് ഗവൺമെന്റ് ITയും പ്രൈവറ്റ് IT ഒക്കെ വരുന്നുണ്ട്. ഈ പ്രൈവറ്റ് ITയിൽ പഠിക്കുമ്പോൾ ഈ ഒരു സമയത്തായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ ബാക്കി പെൻഡിങ് ഫീ കൂടി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം എന്നാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട ദിവസമാണ്. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ജൂലൈ മുതൽ 19 ജൂലൈ വരെ നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കുന്നതാണ്. 10 ജൂലൈ മുതൽ 19 ജൂലൈ വരെ സമയം ഉണ്ടായിരിക്കുന്നതാണ്. പ്രാക്ടിക്കൽ എക്സാം 15 ജൂലൈ മുതൽ അതുപോലെ തന്നെ 19 ജൂലൈ വരെയാണ് നടത്തുന്നത്. ഓരോ സ്റ്റേറ്റ് ആണ്. അപ്പോൾ കേരളത്തിലെ എക്സാം എന്താണ്, കേരള സ്റ്റേറ്റ് ആണ് നടത്തുക. അതോടെ ഓരോ സ്റ്റേറ്റുകളുമാണ് അതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 15 ജൂലൈ മുതൽ 19 ജൂലൈ വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പം പ്രാക്ടിക്കൽ മാർക്ക് എൻട്രി ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറയിടാവേണ്ട കാര്യമില്ല. അതൊക്കെ എന്ത് ചെയ്യും, അവിടുത്തെ ഉള്ള ഇൻസ്ട്രക്ടർമാർ നോക്കിക്കോളും. അപ്പം നമുക്ക് മെയിനായിട്ടും ഇവിടെ നോക്കാനുള്ളത് ഈ 2 പോയിന്റുകളാണ്. ഓക്കെ, പ്രാക്ടിക്കൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം, പ്രാക്ടിക്കൽ എക്സാം എന്നാണുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തത് CBTന്റെ കാര്യമാണ്. CBTന്റെ ഹാൾ ടിക്കറ്റ് ആണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. 21 ജൂലൈ 2025 മുതൽ 17 ഓഗസ്റ്റ് 2025 വരെ അതിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. CBT എക്സാംസ് നടക്കുന്നുണ്ടാവുക 28 ജൂലൈ 2025 മുതൽ 17 ഓഗസ്റ്റ് 2025. ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ട്രെയിനിങ് ആണ് നടത്തുക. അതായത് ഇത് കോമൺ ആണ്. അതായത് ഇപ്പൊ രാജ്യത്ത് ഒരുപാട് ITകൾ ഉണ്ടല്ലോ, എല്ലാ സ്റ്റേറ്റുകളിലായിട്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കുന്നുണ്ടാവും നമ്മുടെ ഗവൺമെന്റ് അണ്ടറിൽ, അതായത്
അതിൻ്റെ DGT ആയിരിക്കും, ഡയറക്ടർ ജനറൽ ട്രെയിനിങ് ആയിരിക്കും. നിങ്ങൾക്കറിയാം NCVT SCVT എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. NCVT എന്നും SCVT എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ സിലബസ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. തിയറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിമി എന്ന് പറഞ്ഞിട്ട്, ഞാനിത് മൗസ് വെച്ചിട്ടാണ് എഴുതുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിമി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ചുരുങ്ങിയത് നിങ്ങൾ എന്ത് ചെയ്യുക, അതെങ്കിലും ഫുള്ളായി പഠിച്ചു കഴിഞ്ഞാൽ തിയറിക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പാസ്സാവാൻ വേണ്ടിയിട്ട്. അതേസമയം ഈ നിമി പ്രകാരമുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് മിനിമം പഠിച്ചാൽ നിങ്ങൾക്ക് അത് പാസ്സായി കിട്ടും. ഒരുപാട് മാർക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കൂടെ റെഫർ ചെയ്യുക, പരമാവധി ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ ഇപ്പം സമയമില്ലാത്തവർ നിമി ക്വസ്റ്റ്യൻ ബാങ്ക് മുഴുവനായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടുന്നതായിരിക്കും. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് 25 ഓഗസ്റ്റ് 2025 ഓക്കെ. അപ്പോൾ ഡയറക്ടറേറ്റ് ജനറൽ ട്രെയിനിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാനുണ്ടായിരുന്നത്. കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ മലയാളം എന്നാണ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ പേര്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു PDF ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്ന് നോക്കി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ കമന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്ന രീതിയിലെല്ലാം മറുപടി തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ITI കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ, ഡിപ്ലോമയ്ക്ക് പോകാൻ താല്പര്യമുള്ള ആളാണ്, ITIയിലൂടെ തന്നെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ. തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരപ്പെടും. അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയിൽ കാണാം.